ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ശ്യാമ. പ്രധാന വാർത്തകൾ. പൊതുപരീക്ഷകളിലെ ക്രമക്കേടുകൾ തടയുന്നത് ലക്ഷ്യമിട്ടുള്ള ബിൽ ഇന്ന് പാർലമെന്റിൽ അവതരിപ്പിക്കും. രാജ്യത്ത് പരീക്ഷാ പരിഷ്കരണങ്ങൾക്കായി സാങ്കേതികവിദ്യാ വിദഗ്ധൻ നന്ദൻ നിലേകനി അധ്യക്ഷനായ ഉന്നതാധികാര ദൌത്യസേന രൂപീകരിച്ച് കേന്ദ്ര സർക്കാർ. വികസിത ഗ്രാമങ്ങളാണ് വികസിത ഭാരതത്തിന്റെയും അടിത്തറയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വികസിത് വൈബ്രന്റ് വില്ലേജ് പരിപാടിയിൽ പങ്കെടുത്ത യുവജനങ്ങളുമായി പ്രധാനമന്ത്രി സംവദിച്ചു. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ഈ വർഷവും ഹർ ഘർ തിരംഗ പരിപാടി തുടരാൻ ആഹ്വാനം ചെയ്ത് പ്രധാനമന്ത്രി. കേരളത്തിൽ വരും ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 5 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യയ്ക്ക് ആദ്യ സ്വർണം. ഭാരോദ്വഹനത്തിൽ സ്വർണ്ണ മെഡൽ നേടിയ മീരാബായ് ചാനുവിനെ അഭിനന്ദിച്ച് രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി തുടങ്ങിയവർ. വാർത്തകൾ വിശദമായി. പൊതുപരീക്ഷകളിലെ ക്രമക്കേടുകൾ തടയുന്നതിനുള്ള ഭേദഗതി ബിൽ ഇന്ന് ലോക്സഭയിൽ കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് അവതരിപ്പിക്കും. 2024 പൊതുപരീക്ഷാ ക്രമക്കേടുകൾ തടയൽ നിയമം ഭേദഗതി ചെയ്യാനാണ് ബിൽ ലക്ഷ്യമിടുന്നത്. ദേശീയ ബഹുമതികളെ അവഹേളിക്കുന്നത് തടയൽ ഭേദഗതി ബിൽ 2026 കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് രാജ്യസഭയിൽ അവതരിപ്പിക്കുമെന്നാണ് റിപ്പോർട്ട്. പരീക്ഷാ പരിഷ്കരണ ബില്ലിന്മേലുള്ള ചർച്ചയിൽ എല്ലാ അംഗങ്ങളും പങ്കെടുക്കണമെന്ന് അഭ്യർത്ഥിച്ച് കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു. യുവതലമുറയുടെ അഭിപ്രായങ്ങളും വിദ്യാർത്ഥികളുടെ ഭാവിയും കണക്കിലെടുത്താണ് ബിൽ കൊണ്ടുവരുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട കേസുകൾ കൈകാര്യം ചെയ്യുന്നതിനായി കർശനമായ ശിക്ഷാ വ്യവസ്ഥകൾ ബില്ലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. സാങ്കേതികവിദ്യാ വിദഗ്ധൻ നന്ദൻ നിലേകനിയുടെ അധ്യക്ഷതയിൽ പരീക്ഷാ പരിഷ്കരണങ്ങൾക്കായി ഉന്നതാധികാര കർമ്മസമിതി രൂപീകരിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്തെ പരീക്ഷാ സംവിധാനം ശക്തിപ്പെടുത്താൻ ടാസ്ക് ഫോഴ്സിന്റെ ശുപാർശകളുടെ അടിസ്ഥാനത്തിൽ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. രാജ്യത്തെ പരീക്ഷാ സംവിധാനം വിശ്വസനീയവും സുതാര്യവുമാണെന്ന് ഉറപ്പാക്കുമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. हम कल पार्लियामेंट के अंदर कठोर कानूनों के प्रावधान के साथ नया कानून बनाने की दिशा में भी आगे बढ़ रहे हैं, लेकिन हमें भविष्य के लिए सोचना है. हमारी परीक्षा पद्धति ट्रांसपेरेंट हो, हमारी परीक्षा पद्धति में सबसे ज्यादा टेक्नोलॉजी का उपयोग हो. इन सारी बातों को ध्यान में रखते हुए विश्व प्रसिद्ध टेक्नोलॉजी एक्सपर्ट श्रीमान नंदन निलेकनी जी के नेतृत्व में एक हाई पावर टास्क फोर्स बनाने का निर्णय किया है, जो एग्जामिनेशन रिफॉर्म की तरफ फोकस करेगा. മുൻ IB ഡയറക്ടർ തപൻ ദേഖ, ISRO മുൻ ചെയർമാൻ എസ് സോമനാഥ്, IIT മദ്രാസ് ഡയറക്ടർ വി കാമകോടി, മുൻ വിദ്യാഭ്യാസ സെക്രട്ടറി അനിത കർവാൾ, ലോജിസ്റ്റിക് വിദഗ്ധൻ അമൃത്ലാൽ മീണ എന്നിവരും സമിതിയിൽ അംഗങ്ങളാണ്. വികസിത ഗ്രാമങ്ങളാണ് വികസിത ഭാരതത്തിന്റെയും അടിത്തറയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വികസിത് വൈബ്രന്റ് വില്ലേജ് പരിപാടിയിൽ പങ്കെടുത്ത യുവജനങ്ങളുമായി ഓൺലൈനായി സംവദിക്കുകയായിരുന്നു അദ്ദേഹം. 400-ലധികം യുവജനങ്ങൾ പ്രധാനമന്ത്രിയുമായി അനുഭവങ്ങൾ പങ്കുവച്ചു. ഇന്ത്യയിലെ ഗ്രാമങ്ങളിൽ ഇന്ന് പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിനും പ്രാദേശിക വരുമാന വർധനയ്ക്കും അനുയോജ്യമായ അന്തരീക്ഷം സൃഷ്ടിക്കപ്പെട്ടതായും പ്രധാനമന്ത്രി പറഞ്ഞു. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ഈ വർഷവും ഹർ ഘർ തിരംഗ പരിപാടി ആവേശത്തോടെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഓഗസ്റ്റ് 15 മുൻപായി MyGov പ്ലാറ്റ്ഫോമിലൂടെ വൈവിധ്യമാർന്ന ആശയങ്ങളും നിർദ്ദേശങ്ങളും പങ്കുവയ്ക്കാൻ അദ്ദേഹം മൻ കി ബാത്തിലൂടെ ജനങ്ങളോട് ആഹ്വാനം ചെയ്തു. ഡൽഹിയിൽ വനിതാ ന്യൂനപക്ഷ കമ്മീഷനുകളുടെ തലപ്പത്തേക്ക് പുതിയ നിയമനം. ഡൽഹി വനിതാ കമ്മീഷൻ അധ്യക്ഷയായി ലതാ ഗുപ്തയെയും ന്യൂനപക്ഷ കമ്മീഷൻ അധ്യക്ഷനായി നിർമ്മൽ ജെയിനെയും നിയമിച്ചു. വനിതകളുടെ അവകാശ സംരക്ഷണം ശക്തിപ്പെടുത്തുക, സ്ത്രീ ശാക്തീകരണത്തെ പിന്തുണയ്ക്കുക, ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ ക്ഷേമം ഉറപ്പാക്കുക എന്നിവയാണ് ലക്ഷ്യമിടുന്നതെന്ന് മുഖ്യമന്ത്രി രേഖാ ഗുപ്ത വ്യക്തമാക്കി. മുൻ രാഷ്ട്രപതി ഡോക്ടർ APJ അബ്ദുൽ കലാമിന്റെ ചരമവാർഷികത്തോടനുബന്ധിച്ച് സംഘടിപ്പിക്കുന്ന കലാം കോ സലാം രാജ്യവ്യാപക പ്രചാരണ പരിപാടിക്ക് ഇന്ന് തുടക്കമാകും. BJP ന്യൂനപക്ഷ മോർച്ചയുടെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. പരിപാടിയുടെ ഭാഗമായി റാലികളും അനുസ്മരണ സമ്മേളനങ്ങളും നടക്കും. മൻ കി ബാത്തിന്റെ കഴിഞ്ഞ പതിപ്പിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഇതറിയിച്ചത്. പാകിസ്ഥാനെയും പ്രതിഷേധങ്ങളെയും സംബന്ധിച്ച് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗിന്റെ വ്യാജ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നതായി കേന്ദ്ര സർക്കാർ. നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് നിർമ്മിച്ച ഡീപ് ഫേക്ക് വീഡിയോ ആണ് പ്രചരിക്കുന്നതെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധന വിഭാഗം സ്ഥിരീകരിച്ചു. തിരുനെൽവേലി ജാംനഗർ എക്സ്പ്രസ് ട്രെയിനിന്റെ സമയം പുനഃക്രമീകരിച്ച് ദക്ഷിണ റെയിൽവേ. ഇന്ന് രാവിലെ 5:10 തിരുനെൽവേലിയിൽ നിന്ന് പുറപ്പെടേണ്ടിയിരുന്ന 19577 നമ്പർ തിരുനെൽവേലി ജാംനഗർ ദ്വിവാര എക്സ്പ്രസിന്റെ സമയമാണ് ക്രമീകരിച്ചത്. ട്രെയിൻ രാത്രി 11:45 പുറപ്പെടും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഇന്ന് കാസർഗോഡ് ജില്ലയിൽ വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. ഓപ്പറേഷൻ തൂഫാൻ ജില്ലാതല ഉദ്ഘാടനം ആഭ്യന്തരമന്ത്രി നിർവഹിക്കും. സ്വാതന്ത്ര്യസമര സേനാനിയും സ്വതന്ത്ര കേരളത്തിന്റെ രണ്ടാമത്തെ മുഖ്യമന്ത്രിയുമായിരുന്ന പട്ടം എ താണുപിള്ളയുടെ ചരമവാർഷിക ദിനത്തിൽ ഓർമ്മകൾ പുതുക്കി നാട്. പട്ടം താണുപിള്ള 1970 ജൂലൈ 27-നാണ് അന്തരിച്ചത്. 1948 തിരുവിതാംകൂറിലെ ആദ്യത്തെ പ്രധാനമന്ത്രിയായി ചുമതലയേറ്റ അദ്ദേഹം പിന്നീട് തിരുക്കൊച്ചി മുഖ്യമന്ത്രിയായും സേവനമനുഷ്ഠിച്ചു. ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദത്തിന്റെ സ്വാധീനത്താൽ കേരളത്തിൽ വരും ദിവസങ്ങളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണം. വടക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ തീവ്ര ന്യൂനമർദ്ദം രൂപപ്പെട്ടതിനെ തുടർന്ന് ഒഡീഷയിൽ ശക്തമായ മഴ തുടരുന്നു. സംസ്ഥാനത്തെ പല ജില്ലകളിലും അതിതീവ്ര മഴയ്ക്കുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പലയിടത്തും പ്രളയസമാനമായ സാഹചര്യമാണുള്ളത്. കപാലി നദി കരകവിഞ്ഞൊഴുകി. ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ അനാവശ്യ യാത്രകൾ ഒഴിവാക്കണമെന്നും സുരക്ഷിതരായിരിക്കണമെന്നും അധികൃതർ നിർദ്ദേശിച്ചു. ഗ്ലാസ്ഗോയിൽ നടക്കുന്ന കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യയ്ക്ക് ആദ്യ സ്വർണം. വനിതകളുടെ 48 കിലോഗ്രാം ഭാരോദ്വഹനത്തിൽ മീരാഭായ് ചാനുവാണ് സ്വർണ്ണ മെഡൽ നേടിയത്. ചരിത്ര വിജയം നേടിയ മീരാഭായ് ചാനുവിനെ രാഷ്ട്രപതി ദ്രൌപദി മുർമു, ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടങ്ങിയവർ അഭിനന്ദിച്ചു. വിശദാംശങ്ങളിലേക്ക്. ആകെ 190 കിലോഗ്രാം ഉയർത്തി പുതിയ ഗെയിംസ് റെക്കോർഡോടെയാണ് മീരാഭായ് ചാനു സ്വർണം നേടിയത്. 2018-ലും 2022-ലും സ്വർണ്ണ മെഡൽ കരസ്ഥമാക്കിയ ചാനുവിന്റെ തുടർച്ചയായ 3ാം കോമൺവെൽത്ത് ഗെയിംസ് സ്വർണ്ണ മെഡലാണിത്. ഭാരോദ്വഹനത്തിൽ പുരുഷന്മാരുടെ 60 കിലോഗ്രാം വിഭാഗത്തിൽ ചനമ്പം ഋഷികാന്ത് സിംഗും 65 കിലോഗ്രാം വിഭാഗത്തിൽ രാജ മുത്തുപാണ്ഡിയും വെള്ളി മെഡൽ നേടി. ഇതോടെ ഒരു സ്വർണവും 2 വെള്ളിയും 1 വെങ്കലവും അടക്കം ഇന്ത്യയുടെ ആകെ മെഡൽ നേട്ടം 4ആയി. അതിനിടെ പുരുഷന്മാരുടെ 55 കിലോഗ്രാം ബോക്സിംഗിൽ ജാദുമണി സിംഗും വനിതകളുടെ 54 കിലോഗ്രാം വിഭാഗത്തിൽ പ്രീതി പവാറും ക്വാർട്ടർ ഫൈനലിൽ കടന്നു. ന്യൂസ് ഡെസ്ക് ആകാശവാണി. ഇന്ത്യ സിംബാബ്വെ 2020 ക്രിക്കറ്റ് പരമ്പര ഇന്ത്യയ്ക്ക്. ഇന്നലെ നടന്ന അവസാന മത്സരത്തിൽ സിംബാബ്വെയെ 35 റൺസിന് പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ പരമ്പര സ്വന്തമാക്കിയത്. ഇന്ത്യ ഉയർത്തിയ 193 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന സിംബാബ്വെയ്ക്ക് നിശ്ചിത ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ 157 റൺസെടുക്കാനേ സാധിച്ചുള്ളൂ. ഇതോടെ ICC പുരുഷ T20 റാങ്കിങ്ങിൽ ഇന്ത്യ 1ാം സ്ഥാനം തിരിച്ചുപിടിച്ചു. വെറ്റിനറി ഓഫീസർമാരുടെ നിയമനത്തിൽ ക്രമക്കേടുകൾ നടന്നെന്ന ആരോപണത്തിൽ അന്വേഷണ സമിതിയെ നിയോഗിച്ച് കർണാടക പബ്ലിക് സർവീസ് കമ്മീഷൻ. KPSC ചെയർമാൻ ശിവശങ്കരപ്പ S. സഹുകാർ, ചില ഉദ്യോഗസ്ഥർ, 29 ഉദ്യോഗാർത്ഥികൾ എന്നിവർക്കെതിരെ കേസെടുത്തതിന് പിന്നാലെയാണ് നടപടി. KPSC അംഗം ശകുന്തള ദുണ്ടിഗൌർ നയിക്കുന്ന സമിതിയോട് ഒരാഴ്ചയ്ക്കകം റിപ്പോർട്ട് സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ മാസം 17-ന് പ്രസിദ്ധീകരിച്ച നിയമന പട്ടിക അന്വേഷണം പൂർത്തിയാകുന്നതുവരെ മരവിപ്പിച്ചു. നിയമനത്തിനായി 80 ലക്ഷം രൂപ കൈക്കൂലി ആവശ്യപ്പെടുന്നതായ ശബ്ദരേഖയും അന്വേഷണ പരിധിയിലുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. പൊതുപരീക്ഷകളിലെ ക്രമക്കേടുകൾ തടയുന്നത് ലക്ഷ്യമിട്ടുള്ള ബിൽ ഇന്ന് പാർലമെന്റിൽ അവതരിപ്പിക്കും. രാജ്യത്ത് പരീക്ഷാ പരിഷ്കരണങ്ങൾക്കായി സാങ്കേതിക വിദ്യാ വിദഗ്ധൻ നന്ദൻ നിലേകനി അധ്യക്ഷനായ ഉന്നതാധികാര ദൌത്യസേന രൂപീകരിച്ച് കേന്ദ്ര സർക്കാർ. വികസിത ഗ്രാമങ്ങളാണ് വികസിത ഭാരതത്തിന്റെയും അടിത്തറയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വികസിത് വൈബ്രന്റ് വില്ലേജ് പരിപാടിയിൽ പങ്കെടുത്ത യുവജനങ്ങളുമായി പ്രധാനമന്ത്രി സംവദിച്ചു. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ഈ വർഷവും ഹർ ഘർ തിരംഗ പരിപാടി തുടരാൻ ആഹ്വാനം ചെയ്ത് പ്രധാനമന്ത്രി. കേരളത്തിൽ വരും ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 5 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യയ്ക്ക് ആദ്യ സ്വർണം. ഭാരോദ്വഹനത്തിൽ സ്വർണ്ണ മെഡൽ നേടിയ മീരാഭായ് ചാനുവിനെ അഭിനന്ദിച്ച് രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി തുടങ്ങിയവർ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30-ന്.